ഞാൻ 2-3 ദിവസമായിട്ട് ചിന്തിക്കുന്നത് പൗലോസ്ലീഹായ്ക്ക് കിട്ടിയ അതേ വെളിപാടിൻ്റെയും ജ്ഞാനത്തിൻ്റെയും അനുഗ്രഹമാണ് ബ്രദർക്ക് കിട്ടിയിരിക്കുന്നത്. അത് കാരണം 3 ദിവസമായിട്ട് ഞാൻ പൗലോസ്ലീഹയാണ് പിടിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇനിയൊരു കാര്യം, ഇങ്ങനെ പൗലോസ്ലീഹയെ പോലെ പോകണമെങ്കിൽ നമുക്ക് ലോകത്തിൻ്റെ താക്കോല് താഴെ വെക്കണം, അപ്പോഴാണ് സ്വർഗത്തിൻ്റെ താക്കോല് കിട്ടുമെന്ന്. അപ്പോൾ പിന്നെ ഞാൻ ചിന്തിച്ചപ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ട്. എന്ന് വെച്ചാൽ ഞങ്ങളുടെ രൂപതയിൽ നിന്ന് ഒരു വൈദികൻ കൂടി ഈ ധ്യാനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ രൂപതയിൽ കൂടുതലായിട്ട് എല്ലാവരെയും ആത്മാക്കളെ നേടാനായിട്ട് അച്ഛൻ പ്രവർത്തിക്കാനായിട്ട് കൂടുതൽ സാധിക്കും. എന്താ വെച്ചാൽ അച്ഛനല്ലേ താക്കോൽ താഴെ വെച്ചിട്ട് ഇവിടെ വന്നിരിക്കുന്നത്. സ്വർഗത്തിൻ്റെ താക്കോൽ അച്ഛനല്ലേ കൂടുതലായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുമെന്നൊരു വളരെ സന്തോഷം. പിന്നെ സങ്കീർത്തനത്തിൻ്റെ കാര്യം ബ്രദർ പറഞ്ഞപ്പോൾ ഞാൻ വളരെയേറെ പൊന്തിപ്പോയി. ഇത് 3 ഡൈമെൻഷൻ എങ്ങനെ കർത്താവ് പാടി, ദാവീദ് പാടി, അതിൻ്റെ ശേഷം കർത്താവ് പാടി, അതിൻ്റെ ശേഷം നമ്മളും ഇപ്പോൾ പാടുന്നു. അത് ഭയങ്കര ഒരു ഇൻസ്പിറേഷൻ ആയിട്ടുണ്ടായിരുന്നു. കുറേ കാര്യങ്ങൾ വളരെ ഇൻസ്പിറേഷൻ ആയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ എല്ലാറ്റിൻ്റെയും ക്ലൈമാക്സ് ആയിട്ട് ഇന്ന് രാവിലെ ആദ്യം ഷാലോമിൽ കേട്ടിട്ടുണ്ട് ബ്രദറിൻ്റെ ടോക്കിൽ നിന്ന് ഇങ്ങനെ ജീവൻ്റെ വൃക്ഷത്തിൽ നിന്ന് ഭക്ഷിച്ചു കഴിഞ്ഞാൽ അപ്പോഴേ ഞാൻ ഭവനത്തിൽ തന്നെ കുതിച്ചു ചാടി. ആ ആശയം എൻ്റെ മനസ്സിൽ വന്നപ്പോൾ എനിക്ക് ഇത്രയും വലിയ രഹസ്യമാണ് ഇത്. അപ്പോൾ അത് അത്രയ്ക്ക് സന്തോഷമായിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ ശേഷം അത്തിയിലയെ മറച്ചിരിക്കുന്നു, അങ്ങനത്തെ അത്തിയിലയെക്കുറിച്ച് പറഞ്ഞപ്പോഴും ഇന്നലെ തോറ അത്തിമരത്തിൻ്റെ ചുവട്ടിൽ വായിച്ചു കൊണ്ടിരുന്നു എന്ന കാര്യമൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തത് വളരെ ഭയങ്കര ഇൻസ്പിറേഷൻ ആയിട്ടുണ്ടായിരുന്നു. ഇത്രമാത്രം ഞാനുള്ളപ്പോൾ ഒരു അസൂയ കൂടിയുണ്ട്. പിന്നെ എനിക്കും ഇതുപോലെ കിട്ടണമെന്ന്, പിന്നെ ഇതുപോലെ കൂടുതൽ ഇവിടെയുള്ള എല്ലാവർക്കും ഇതുപോലെ അഭിഷേകം ഉണ്ടാകണം എന്ന് വെച്ചാൽ അപ്പോഴാണ് ആത്മാക്കളെ നേടാനും ഒരു വചനം സംശയം ചോദിക്കുമ്പോൾ അവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു മനസ്ഥിതി ഉണ്ടാവണം. പിന്നെ ഇന്നലെ എനിക്ക് സന്തോഷം ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ എനിക്ക് എന്തെങ്കിലും വെളിപാട് കിട്ടിക്കഴിഞ്ഞാൽ അത് ഒരു വൈദികനോട് ഷെയർ ചെയ്യും. വൈദികൻ ഓക്കെ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ എന്തെങ്കിലും തിരുത്തലുകളുണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അപ്പം തൊട്ട് വെച്ച് വിളമ്പും എല്ലാവർക്കും. ആ ആഴ്ച മുഴുവൻ എല്ലാവർക്കും അത് വിളമ്പിയാലേ എനിക്ക് സമാധാനം ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് ഇന്നലെ ജോർദാനും ചാവുകടലിനെ കുറിച്ച് പറഞ്ഞപ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി കൊണ്ട് തെറ്റില്ല, അത് കർത്താവ് തന്നെ അനുഗ്രഹമാണ് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. ബ്രദറിന് കൂടുതൽ നന്ദിയും അവരുടെ ടീമിനെയും മധ്യസ്ഥ പ്രാർത്ഥന എല്ലാവർക്കും നന്ദി പറഞ്ഞോളൂ. താങ്ക് യു.